ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, ഇത് 29-ാം തീയതിയത്തെ വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എനിക്കൊരു സ്പെഷ്യൽ ഓർഡർ കിട്ടി, അതും അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന്. എന്നെ ഒട്ടും അറിയാത്ത ഒരാളാണ് കേട്ടോ എനിക്ക് ഈ ഓർഡർ തന്നത്. ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഓർഡർ വാങ്ങുന്നവർക്ക് എൻ്റെ വക ഫ്രീ ആയിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. അതിലെ ഗിഫ്റ്റ് ഞാൻ ലാസ്റ്റ് കാണിച്ച കമ്മലാണേ. അപ്പം ഞാനിത് എങ്ങനെയൊക്കെ പാക്ക് ചെയ്തതെന്നൊന്ന് കണ്ടാലോ. ഞാൻ 3 ഓർഡർ കൊടുത്തത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പെട്ടിയിലൊക്കെ ആക്കിയിട്ട് കൊറിയറായിട്ട് അയക്കണത്. എന്തായാലും എത്ര വലിയ ഓർഡർ ആയാലും എത്ര ചെറിയ ഓർഡർ ആയാലും എനിക്ക് നല്ലപോലെ സന്തോഷമാണ് കേട്ടോ. 29-ാം തീയതി ഞാൻ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് ഈ ഓർഡർ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ പാക്കിംഗ് ഒക്കെ തുടങ്ങി. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു, കാരണം എന്നെ വിശ്വസിച്ച് ആ കുട്ടി ഓർഡർ ചെയ്ത് എനിക്കിനി ഈ സാധനം അവരുടെ കയ്യിൽ എത്തോ ഇല്ലയോ, ഡാമേജ് ആവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയായിരുന്നു. പക്ഷെ ഒരു ഡാമേജും ഇല്ലാണ്ട് ആ കുട്ടിയുടെ കയ്യിൽ എത്തിയിട്ടോ. ഞാനാണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വേണോ DTDC വേണോ എന്നൊക്കെ കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ത്യൻ പോസ്റ്റിലൂടെ കൊടുക്കാമെന്ന്. ശരിക്കും ഞാൻ മടുത്തുപോയി, കാരണം എനിക്ക് അറിയില്ല ഈ പെട്ടി എങ്ങനെയാണെന്ന് സെറ്റാക്കുക എന്ന്. കുറേ ട്രൈ ചെയ്തു, എനിക്ക് ശരിക്കും മടുത്തു. ഈ പെട്ടി വാങ്ങിയിട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് നോക്കണത്. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി എങ്ങനെയൊക്കെയോ പെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ താങ്ക് യു സ്റ്റിക്കർ ഒട്ടിച്ചു, പാക്കിംഗ് കവറിലാക്കി. പിന്നെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറാണ് കേട്ടോ. അഡ്രസ്സ് വെക്കേണ്ടത് നമ്മുടെ പാക്കിംഗ് കവറിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പെട്ടുപോയത് അഡ്രസ്സിൻ്റെ പേപ്പർ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ചെറിയ കവറും ഞാൻ അഡ്രസ്സ് എഴുതിയത് വലിയ പേപ്പറിലാണേ. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഈ ഓർഡറും കൊണ്ട് ഇന്ത്യൻ പോസ്റ്റിലേക്ക് പോവുകയാണേ. ഞാൻ ഒറ്റയ്ക്കല്ല പോണത്, ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരു താത്തയുണ്ട്. ആ താത്തയുടെ കൂടെയാണ് കേട്ടോ ഞാൻ പോണത്. ആ താത്ത പറഞ്ഞു ഒറ്റയ്ക്ക് പോകണ്ട, അറിയാത്തതല്ലേ, അങ്ങനെ പറഞ്ഞ് എൻ്റെ കൂടെ വരികയാണേ. താത്ത പറഞ്ഞ് അത്യാവശ്യം നടക്കാനുണ്ട്, ഒരു 10 മിനിറ്റെങ്കിലും നടക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ട് നടക്കാൻ തുടങ്ങി. ഈ വഴിയാണെങ്കിൽ കളമശ്ശേരിക്ക് പോകുന്ന റൂട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ NAD എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ കൊറിയറൊക്കെ കൊടുത്തിട്ട് വരികയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഒരു ആർമിക്കാരുടെ ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ കൊറിയർ കൊടുക്കാൻ വേണ്ടി പോയത്. അവിടെയാണ് പോസ്റ്റ് ഓഫീസ് ഉള്ളത്. ഗേറ്റിൻ്റെ അവിടെ ഒരു സാറ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സാറ് ഞങ്ങളുടെ ഫോൺ വാങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തന്നു വിട്ടതാണ് ക്യാമറയൊന്നും ഓൺ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊറിയർ കൊടുക്കാൻ വേണ്ടി പോയി. എന്താണെന്നറിയില്ല, ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ദൂരം നടന്നായിരുന്നു, 10 മിനിറ്റ് ഒന്നുമല്ല, ഒരു 15 മിനിറ്റെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് നാരങ്ങ സോഡ കുടിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നു, കൊറിയർ കൈ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ആളുടെ കയ്യിൽ പ്രൊഡക്റ്റ് സേഫായി എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഓർഡർ കിട്ടാത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ശരി.